പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് നമ്മളൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഇത് നിരന്തരം KSU പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും അതിക്രമം അയച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനുകളിൽ. സമാധാനപരമായിട്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ നടത്തിയത്. ആറ്റൂർ ഗണേശൻ എന്ന് പറയുന്ന KSU നേതാവിന് വീട്ടിൽ കയറി അതുപോലെ നിരവധി തവണ മർദ്ദിച്ചിട്ടും അതിന് നടപടിയെടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം SFI പ്രവർത്തകരുമായിട്ട് ഉണ്ടായ ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിനെ കേസിൽ പ്രതിയാക്കി ഇപ്പോൾ ജാമ്യം കിട്ടാത്ത കുറ്റമെടുത്തെടുത്തുകൊണ്ട് പ്രതിയാക്കിയിരിക്കുകയാണ്. ഈ കുന്നംകുളം വിഷയത്തിലും കേരളത്തിൽ നടക്കുന്ന മുഴുവൻ അക്രമ സംഭവങ്ങളിലും പോലീസ് ഒരു ഭാഗത്ത് പ്രതിയായുള്ള അക്രമ സംഭവങ്ങളിലുള്ള പ്രതിഷേധം കൂടിയാണ് ഈ മാർച്ച്. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അജിം, റോഡിന്റെ പല ഭാഗങ്ങളിലേക്കായി പ്രവർത്തകർ മാറുന്നുണ്ട്. അവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ചില പ്രവർത്തകരെ കൊണ്ടുപോയി കഴിഞ്ഞു, ബാക്കി ചിലരെ കൊണ്ടുപോകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അവരെ ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പ്രവർത്തകരും വലിയ രീതിയിൽ ഇത് ചെറുക്കുന്നത് കാണാം. എന്തായാലും പ്രതിഷേധം വലിയ രീതിയിൽ ഇവിടെ തുടർന്നത് കാണാം. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുലും സഹപ്രവർത്തകരും ഒക്കെ തന്നെ ഇപ്പോഴും റോഡിൽ കുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇതുവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഉടനെ തന്നെ ഗോകുലിനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. പ്രവർത്തകരുടെ പ്രതികരണം നോക്കാം. വണ്ടികേറ്റിലും ബാരിക്കേഡിന്റെ കൂടെ വിളിച്ചുകൊണ്ടുണ്ട് പ്രവർത്തനായത്. ജില്ലാ പ്രസിഡന്റാണ്. ഒരു CPM കാരാണ് ഇങ്ങനെ കൊണ്ട് എടുത്തോണ്ടൂലോ മക്കളെ പോലെ. ആശുപത്രി കൊണ്ടുപോകുന്നില്ല. അജിം, ദൃശ്യങ്ങളിൽ കാണുന്നത് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പ്രവർത്തകർ കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായി. അവർ ആരോപിച്ചത് SFI സമരത്തോടുള്ള സമീപനങ്ങൾ സാധാരണ ഇങ്ങനെ അല്ലല്ലോ, ഇതെന്താണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KSUവിന്റെ സമരത്തോട് ഇത്തരത്തിലുള്ളൊരു സമീപനം പോലീസിന് ഉണ്ടാവുന്നത് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. പോലീസ് കുട്ടിട്ട് ചവിട്ടിയെന്നും ബാക്കി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ KSU ജില്ലാ പ്രസിഡന്റിനെ ഇപ്പോൾ ആശുപത്രി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി ാണ്. ഈ ഭാഗത്ത് വലിയ രീതിയിൽ ഗതാഗതം നടക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഗതാഗതം ഇപ്പോൾ സ്തംഭിച്ചിട്ടുണ്ട്. രണ്ടു ഭാഗത്തും വലിയ തിരക്കാണ് ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് പോലീസ് രാജിനെതിരെ ഇന്ന് ഇവിടെ നടന്നത് എന്ന് പറയാം. എന്തായാലും ഇപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി പാലത്തിന് സമീപമാണ്. ഇവിടെ KSU ജില്ലാ പ്രസിഡന്റിനെ മാറ്റിയിട്ടിരിക്കാൻ അദ്ദേഹത്തെ അല്പസമയത്തിനകം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഗോകുലിന്റെ പ്രതികരണത്തിലേക്ക്. ജീവിച്ചിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്ന രീതിയിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഈ അക്രമം അവർ നടത്തിയിട്ടുള്ളത്. മനഃപൂർവ്വമാണ് കാലിൽ വണ്ടി കയറ്റിയിട്ടുള്ളത്. അവർ കാണാഞ്ഞിട്ട് ഞാൻ സാറെ കാല് വണ്ടി കയറ്റില്ലേ പറഞ്ഞപ്പോ അത് കുഴപ്പമില്ല, നിന്റെ കാലൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വണ്ടി മനഃപൂർവ്വം കാലിൽ കൂടെ വണ്ടി കയറ്റി ചെയ്തത്. ഏത് വണ്ടി കയറ്റി? പോലീസിന്റെ പോലീസ് ജീപ്പ് ഈ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് തന്റെ കാലിന്റെ ഭാഗത്തിലൂടെ പോലീസ് ജീപ്പ് കയറ്റി എന്നുള്ള ആരോപണം KSU ജില്ലാ പ്രസിഡന്റ് ഉന്നയിക്കുന്നുണ്ട്. മനഃപൂർവ്വം ചെയ്തതാണ് എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് KSU പ്രവർത്തകർ. എന്തായാലും ഗോകുൽ ഗുരുവായൂരിനെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. പ്രദേശത്ത് ഇപ്പോൾ മറ്റ് KSU പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുത്തുകൂടി സംഘർഷാവസ്ഥ മെല്ലെ അയയുന്നുണ്ട് എന്ന് പറയാം. ബാക്കി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ബാക്കിയുള്ളവർ ജില്ലാ പ്രസിഡന്റുമായി ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞു. എന്തായാലും മെല്ലെ ഈ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചുകൊണ്ട് വരികയാണ്. Hey!